നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. 50 വയസ്സുള്ള റൊമാരിയോ കളിക്കാനിറങ്ങിയാലേ വിനി ജൂനിയറും റോഡ്രിഗോയും ബ്രസീലിന് വേണ്ടി ചെയ്യുന്നതിനേക്കാൾ ഇപ്പോഴും അദ്ദേഹം മികച്ച പ്രകടനം നടത്തും, ഗോളടിച്ചു കൂട്ടും എന്ന് പറയുന്ന തരത്തിലേക്ക് ഫാൻസ് ചിന്തിക്കണമെങ്കിൽ ആ മനുഷ്യൻ്റെ പ്രതാപകാലത്തെ ഗോളടി എന്തായിരുന്നു എന്നുള്ളതൊന്ന് ചിന്തിച്ചാൽ മതി. ഓർമ്മയുണ്ടോ റോ സഖ്യം? വളരെ കുറഞ്ഞ കാലമേ ആ സഖ്യം ഉണ്ടായുള്ളൂ. റൊമാരിയൊക്കെ പരിക്കും മറ്റുമൊക്കെ ആയിട്ട് 98 വേൾഡ് കപ്പിൽ നമുക്കത് കാണാൻ പറ്റിയില്ല. അതൊരു വലിയ നഷ്ടമാണ് ഫുട്ബോൾ പ്രേമികൾക്ക്. റൊണാൾഡോ റൊമാരിയോ സഖ്യം ഏത് കൊടി കെട്ടിയ ഡിഫൻസിനെയും വെണ്ണയിൽ കത്തിച്ചാൽ എന്ന വണ്ണം അടിച്ച് പൊളിച്ചങ്ങ് കയറി പോകാൻ കഴിയുന്നൊരു സഖ്യമായിരുന്നു അത്. അങ്ങനെ ഒരു മുന്നേറ്റ നിര പിന്നീട് ഒരിക്കലും ബ്രസീലിനുണ്ടായിട്ടില്ല. ഇനി ഉണ്ടാകുമെന്ന് അധികം പേർക്ക് പ്രതീക്ഷയുമില്ല. അപ്പോൾ ഈ വേൾഡ് കപ്പിന് പോകുമ്പോൾ ബ്രസീലിൻ്റെ മുന്നേറ്റ നിരയുടെ പ്രശ്നം എന്താണ്, ആരെയൊക്കെയാണ് എടുക്കേണ്ടത്? ഇപ്പോൾ അതേ റൊമാരിയോ തന്നെ ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. TNT സ്പോർട്സിനോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ഒരുപാട് നല്ല പ്ലേയേഴ്സ് ഉണ്ട് ബ്രസീലുകാർ, ക്ലബിൽ നല്ല രൂപത്തിൽ കളിക്കുന്ന ഒരുപാട് താരങ്ങളുണ്ട്, ഒരുപാട് ഗോളുകൾ അവരടിക്കുന്നുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവരിവിടെ എത്തുമ്പോൾ സെലക്കാവോക്ക് വേണ്ടി കളിക്കുമ്പോൾ അത് ആവർത്തിക്കാൻ അവർക്ക് പറ്റുന്നില്ല. ഇത് മാറണം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ വേൾഡ് കപ്പ് ഇന്നാണ് നടക്കുന്നതെന്ന് വെച്ചോ, ഞാൻ കായോ ഹോർഗയെ കൊണ്ടുപോകും. ക്രുസൈറോയിൽ നിന്നുള്ള കായോ ഹോർഗയെ ബ്രസീൽ ടീമിൽ കൊണ്ടുപോകും. പെഡ്രോയുടെ കാര്യത്തിൽ ഇപ്പോൾ ഞാൻ കൊണ്ടുപോകില്ല എന്ന് പറയും. കാരണം കുറച്ച് നേരത്തെയാണ് നിങ്ങൾ പെഡ്രോയെക്കുറിച്ച് പറഞ്ഞെങ്കിൽ ഞാൻ യെസ് എന്ന് പറഞ്ഞേനെ. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു പഴയ മികവുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇപ്പം ബ്രസീലിലെ നമ്പർ 9 കളിക്കാൻ റെഡി ആയിട്ടുള്ള പ്ലെയർ ഒന്നുമല്ല പെഡ്രോ എന്നായിരിക്കും എനിക്ക് പറയാനുണ്ടാവുക. പിന്നെ നെയ്മറുടെ കാര്യത്തിൽ ഞാൻ പറയാം എന്താണെന്ന് അറിയോ, 80% നെയ്മർ ഫിറ്റുള്ളൂ എന്ന് വെച്ചോ. ഇഫ് നെയ്മർ വേർ ഇൻ ഗുഡ് ഷേപ്പ് അറ്റ് 80%, 80% മാത്രമേ നെയ്മർ ഫിറ്റുള്ളൂ. എന്നാൽ പോലും നെയ്മറെ ഞാൻ വേൾഡ് കപ്പിന് കൊണ്ടുപോകും. അതാണ് എൻ്റെ അഭിപ്രായം എന്ന് റൊമാരിയോ പറയുന്നു. ഇനി അതേ അഭിപ്രായമാണോ ആഞ്ചലോട്ടിക്ക് എന്നുള്ളത് കണ്ടറിയണം. നെയ്മറുടെ പരിക്കൊരു പ്രശ്നമാണ്. പൂർണ്ണ ഫിറ്റ്നസ് ഇല്ലാത്ത ആരെയും വേൾഡ് കപ്പിന് കൊണ്ടുപോകില്ല എന്നുള്ളതാണല്ലോ കാർലോ ആഞ്ചലോട്ടിയുടെ ഒരു പോളിസി. അത് അദ്ദേഹം പലതവണ തുറന്നു പറഞ്ഞതാണ്. മാർച്ച് മാസത്തിലെ കോളപ്പ് എന്തായാലും വളരെ നിർണായകമായിരിക്കും. ആരൊക്കെ ബ്രസീൽ ടീമിൻ്റെ മുന്നേറ്റ നിരയിലുണ്ടാവും, കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.